ശാഖാ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. എസ്.എൻ.ഡി.പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ 2055 നമ്പർ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച നിലയിലും ഓഫീസ് ജനൽ ചില്ലുകൾ തല്ലി പൊട്ടിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ അമർഷം രേഖപ്പെടുത്തുകയും ശക്തിയായി പ്രതിഷേധിക്കുകയും ചെയ്തു. ഗുരുദേവ ചിത്രം നശിപ്പിക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ പി.കെ. പ്രസന്നൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഡിൻഷൻ കോട്ടേക്കാട്, എം.കെ. തിലകൻ, കെ.ഡി. വിക്രമാദിത്യൻ, ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2055 നമ്പർ നാരായണമംഗലം ശാഖ പ്രതിഷേധിച്ചു. സംഭവത്തിൽ 2055 നമ്പർ ശാഖയും ശക്തമായി പ്രതിഷേധിച്ചു. ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്ത സാമൂഹ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്നും നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ സഹായിക്കുന്ന ഇത്തരം ഉള്ളവരെ പോലീസ് അധികാരികൾ കർശനമായി നേരിടണമെന്നും ഇല്ലെങ്കിൽ ശാഖയ്ക്ക് സമരവുമായി മുന്നോട്ട് വരേണ്ടി വരും. ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് നിർമ്മല ജയദാസ്, സെക്രട്ടറി സന്ധ്യ പ്രേമൻ, വൈസ് പ്രസിഡന്റ് എം.കെ. വിശ്വനാഥൻ, കമ്മിറ്റി അംഗങ്ങളായ ഷാനു ബാബു, ബിജോയ്, രതി വിശ്വനാഥൻ, ജീന പ്രദീപ്, ഗീത ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു.